ഹായ് ഓൾ. നിങ്ങളിങ്ങനെ വെയിലത്ത് പൊരിഞ്ഞു നിൽക്കുമ്പോൾ സൂര്യനോട് ദേഷ്യം തോന്നാറില്ലേ? ആ സമയത്ത് ഒരു കാറ്റടിച്ചാൽ കാറ്റിനോട് നന്ദി പറയാനും തോന്നും. എന്നാൽ ആ കാറ്റ് നിങ്ങൾക്ക് തന്നതും സൂര്യൻ തന്നെയാണ്. എങ്ങനെയാണെന്നല്ലേ പറയാം. നമ്മുടെ സൂര്യൻ എല്ലാ ദിവസവും ഭൂമിയെയും അന്തരീക്ഷത്തെയും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെയല്ല സൂര്യൻ ചൂടാക്കുന്നത്. സൂര്യപ്രകാശം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കോണുകളിലാണ് പതിക്കുന്നത്. സൂര്യപ്രകാശം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കോണുകളിൽ പതിക്കുന്നതുകൊണ്ട് ചില പ്രദേശങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ചൂടാകുന്നു. പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, വനങ്ങൾ, മരുഭൂമികൾ എന്നിവയെല്ലാം ഒരു പ്രദേശം എത്രത്തോളം ചൂട് ആഗിരണം ചെയ്യണം എന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ചില സ്ഥലങ്ങളിൽ ചൂടുള്ള വായുവും മറ്റ് ചില സ്ഥലങ്ങളിൽ തണുത്ത വായുവും ഉണ്ടാകുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള വിവിധ വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് വായു. വായുവിൻ്റെ ഭാരം ഭൂമിയിലേക്ക് അമരുമ്പോഴാണ് വായുമർദ്ദം അല്ലെങ്കിൽ എയർ പ്രഷർ ഉണ്ടാകുന്നത്. ഈ വാതകങ്ങൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്ന ചെറിയ കണികകളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വായു തണുക്കുമ്പോൾ തന്മാത്രകൾ വളരെ പതുക്കെ മാത്രം ചലിക്കുകയും പരസ്പരം അടുത്തടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇത് വായുവിന് കൂടുതൽ സാന്ദ്രതയും ഭാരവും നൽകുന്നു. അതിനാൽ തണുത്ത വായു ഇങ്ങനെ താഴേക്ക് അമർന്നു നിൽക്കുന്നു. ഇങ്ങനെ തണുത്ത വായു താഴേക്ക് അമരുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്ന വായുമർദ്ദമുള്ള ഒരു പ്രദേശം രൂപപ്പെടുന്നു. ഇനി സൂര്യൻ്റെ ചൂടുകൊണ്ട് വായു ചൂടാകുമ്പോൾ അതിലെ ചെറിയ തന്മാത്രകൾ വേഗത്തിൽ ചലിക്കുകയും പരസ്പരം അകലുകയും ചെയ്യുന്നു. ഇതോടെ വായു വികസിക്കുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ വായു അന്തരീക്ഷത്തിൽ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുമ്പോൾ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമുക്ക് രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളുണ്ട്. തണുത്തതും ഭാരമേറിയതുമായ വായു നിറഞ്ഞ ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രദേശവും ചൂടുള്ള വായു മുകളിലേക്ക് ഉയർന്നതുമൂലമുണ്ടായ കുറഞ്ഞ മർദ്ദമുള്ള മറ്റൊരു പ്രദേശവും. അതുകൊണ്ട് തന്നെ വായു സ്വാഭാവികമായും ഉയർന്ന മർദ്ദമുള്ള പ്രദേശത്തിൽ നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശത്തേക്ക് ഒഴുകുന്നു. ഇങ്ങനെ ഉയർന്ന മർദ്ദമുള്ള ഭാഗത്തെ തണുത്ത വായു കുറഞ്ഞ മർദ്ദമുള്ള ഭാഗത്തേക്ക് വേഗത്തിൽ ഇരച്ചു കയറുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും വായു ചലിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഈ ചലിക്കുന്ന വായുവിനെയാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുന്നത്. വായുമർദ്ദത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ചെറിയ കാറ്റായി അനുഭവപ്പെടുന്നു. എന്നാൽ വലിയ വ്യത്യാസമാണെങ്കിൽ അത് കൊടുങ്കാറ്റിന് കാരണമാകും.